ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും യുവർ ക്രിയേഷൻസ് രേഖാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് മാങ്ങയായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ചക്കടയും മാങ്ങയുടെയും ഒക്കെ സീസണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് മാങ്ങയും ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ അതെങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുക എന്നാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് മാങ്ങ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഉപ്പിട്ട് ഉണക്കിയിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഒരു കൊല്ലങ്ങളോളം ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉപ്പിട്ട് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ മാങ്ങയൊക്കെ ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ എത്ര മാങ്ങയുണ്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുമ്പ് എടുക്കണം. അതിനുശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ആദ്യം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത മാങ്ങ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ നുറുക്കിയെടുക്കുകയാണ്. തോലൊന്നും കളയാതെയാണ് ഞാൻ നിർത്തിയേക്കുന്നത്. നിങ്ങൾക്ക് തോല് കളയണമെങ്കിൽ തോല് കളയാം. പക്ഷേ തോല് കളയാതെ ഇതേ കണ്ടോ, ഒരു പാത്രത്തിൽ നിറച്ച് മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണക്കി കുറച്ച് നാളത്തേക്ക് ഉണക്കി ഉപയോഗിക്കുന്നത്. ഈ ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഈ മാങ്ങയിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ട ശേഷം ഉപ്പും മാങ്ങയും കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ്. ഇങ്ങനെ തിരുമ്മിയെടുക്കുന്നത് മാങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് ആയിണ്ടാവണം. ഉപ്പ് കുറച്ച് കൂടുതലാവണതാണ് ഏറ്റവും നല്ലത്. ഉപ്പ് കുറഞ്ഞു പോവരുത്, ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇടണം. അതിനുശേഷം ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിട്ട് രാത്രി മുഴുവൻ അതുപോലെ വെച്ച് കാലത്ത് മാത്രമേ നമ്മളിതെടുത്ത് ഉണക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് വെക്കാനായിട്ട് പോവാണ്. അതിനുശേഷം കാലത്ത് നമുക്കിത് തുറന്ന് നോക്കാം. കാലത്ത് നോക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. കുറച്ച് വാടിയ പോലെ തോന്നും മാങ്ങ. ഇനി നമുക്ക് ഈ മാങ്ങേനെ 2 or 3 പാത്രത്തിലാക്കിയിട്ട് ഉണക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. 1 അല്ല 2 പ്ലേറ്റിലേക്കായിട്ടാണ് മാറ്റണത്. ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് നേരെ എടുത്തിട്ട് ഇതുപോലെ വിടർത്തിയിടുക. അതിനുശേഷം ഒരെണ്ണത്തിൽ നിറച്ചായി കഴിഞ്ഞാൽ അടുത്ത പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം എത്രയും കുറച്ച് ഇടുന്നോ അത്രയും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ എപ്പോഴും പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഉണക്കാനായിട്ട് വെക്കരുത്. നല്ല തുണിയിലോ അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ വേണം ഇത് ഉണക്കാനായിട്ട് ഇടാൻ. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിലാണ് വെക്കണത്. അത് നിങ്ങൾക്ക് 2 or 3 പ്ലേറ്റുകൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ വലിയൊരു സാരിയൊക്കെ വിരിച്ചിട്ട് അതിൽ ഇതുപോലെ പരത്തിയിട്ടാൽ മതി. എന്നിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കുക. ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഒരു ദിവസം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ഇതുപോലെയാണ് അയക്കണത്. ഇത് നമുക്കൊരു 6 ദിവസത്തെ ഉണക്കമുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ 6 ദിവസത്തെ ഉണക്കം കഴിഞ്ഞ് ഇതുപോലെ ആയി കിട്ടും നമ്മുടെ മാങ്ങ. ഇപ്പോൾ 6 ദിവസത്തെ ഉണക്കം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കാണ്. കണ്ടില്ലേ, നന്നായിട്ട് നമ്മൾ ഓരോ മാങ്ങ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കലകലയെന്നുള്ള സൗണ്ട് കേൾക്കും. അത്രയും നന്നായിട്ട് ഉണങ്ങിയിട്ട് പൊട്ടിച്ചാൽ കറക്റ്റായിട്ട് പൊട്ടി കിട്ടും വേണം. അപ്പോൾ തോലിയുടെ ഭാഗം അധികം പൊട്ടില്ലെങ്കിലും ഉൾഭാഗത്തെ മാംസമുള്ള ഭാഗം നന്നായിട്ട് പൊട്ടിക്കിട്ടും. ഇങ്ങനെയാണ് ഉണക്കം വരേണ്ടത്. ഞാനിവിടെ ഒരു 6 ദിവസമാണ് നല്ല വെയിലത്ത് വെച്ചേക്കുന്നത്. ഉണങ്ങി കിട്ടിയിട്ടുള്ള ഈ മാങ്ങ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇത് വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇതിൽ ജലാംശം തീരെ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജലാംശമായ ഇത് പൂപ്പൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ വട്ടം നമ്മൾ തുറന്ന് ഇത് എടുക്കുന്ന സമയത്തും വെള്ളമില്ലാതെ നല്ല വൃത്തിയോടുകൂടി എടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ കേടുകൂടാതിരിക്കുന്ന മാങ്ങ കൊണ്ട് നമുക്ക് അച്ചാറോ കറിയോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.